ടെഹ്റാനിലെ അധികാര ഇടനാഴികളിൽ ഇന്ന് അനുഭവപ്പെടുന്നത് അസാധാരണമായ ഒരു നിശബ്ദതയാണ്. എന്നാൽ ആ നിശബ്ദതയ്ക്ക് പിന്നിൽ ഇറാൻ എന്ന രാഷ്ട്രത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന വലിയൊരു രാഷ്ട്രീയ ഭൂകമ്പം നടന്നുകൊണ്ടിരിക്കുന്നു. പരമോന്നത നേതാവായിരുന്ന അലി ഖമേനിയുടെ മരണത്തിന് ശേഷം രാജ്യം ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുമെന്ന് ലോകം പ്രത്യാശിച്ചെങ്കിലും നിലവിലെ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത് മറ്റൊരു ദിശയിലേക്കാണ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC രാജ്യത്തിൻ്റെ സിവിൽ ഭരണകൂടത്തെ പൂർണ്ണമായും നോക്കുകുത്തിയാക്കി അധികാരം കൈപ്പിടിയിലൊതുക്കിയിരിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇന്ന് തൻ്റെ കൊട്ടാരത്തിൽ ഒരു രാഷ്ട്രീയ തടവുകാരനെ പോലെ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കാനോ സ്വന്തം മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട നിയമനങ്ങൾ നടത്താനോ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ഈ പ്രതിസന്ധിയുടെ കാതൽ ചെന്നു നിൽക്കുന്നത് അലി ഖമേനിയുടെ മകൻ മൊജ്തബ ഖമേനിയുടെ അജ്ഞാതമായ അവസ്ഥയിലാണ്. ഫെബ്രുവരി 28 വ്യോമാക്രമണത്തിന് ശേഷം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാത്ത മൊജ്തബയുടെ അസാന്നിധ്യം IRGCക്ക് തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനുള്ള സുവർണ അവസരമായി മാറിയിരിക്കുന്നു. മസൂദ് പെസഷ്കിയാൻ ഇറാൻ പ്രസിഡന്റായി അധികാരമേറ്റപ്പോൾ അത് രാജ്യത്തെ പരിഷ്കരണവാദികൾക്ക് വലിയ പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ ഇന്ന് ആ പ്രതീക്ഷകൾ IRGCയുടെ സുരക്ഷാ വലയത്തിനുള്ളിൽ ശ്വാസം മുട്ടുകയാണ്. രാജ്യത്തിൻ്റെ ഇന്റലിജൻസ് മന്ത്രിയെ നിയമിക്കാനുള്ള പ്രസിഡന്റിന്റെ ശ്രമം IRGC ചീഫ് കമാൻഡർ അഹമ്മദ് വാഹിദി നേരിട്ടിടപെട്ട് തടഞ്ഞത് ഈ അധികാര തർക്കത്തിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. ഹുസൈൻ ദഹ്ഗാൻ ഉൾപ്പെടെയുള്ള പ്രമുഖരെ ഈ സ്ഥാനത്തേക്ക് പെസഷ്കിയാൻ നിർദ്ദേശിച്ചെങ്കിലും യുദ്ധ സാഹചര്യത്തിൽ ഇത്തരം തന്ത്രപ്രധാനമായ പദവികൾ IRGCയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ തന്നെ തുടരണമെന്ന നിലപാടാണ് വാഹിദി സ്വീകരിക്കുന്നത്. ഇറാനിലെ നിയമമനുസരിച്ച് സുരക്ഷാ മന്ത്രാലയങ്ങളിലെ നിയമനങ്ങൾക്ക് പരമോന്നത നേതാവിൻ്റെ അംഗീകാരം അത്യാവശ്യമാണ്. എന്നാൽ അലി ഖമേനിയുടെ മരണശേഷം ആ പദവിയിലേക്ക് ആര് വരണമെന്ന കാര്യത്തിൽ തീരുമാനമാകാത്തത് ഭരണഘടനാപരമായ ഒരു സ്തംഭനത്തിന് വഴിതെച്ചിരിക്കുന്നു. ഈ വിടവ് മുതലെടുത്ത് സൈനിക ഉദ്യോഗസ്ഥരുടെ ഒരു സമിതി രാജ്യത്തിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ അനധികൃതമായി കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. മൊജ്തബ ഖമേനിയുടെ അവസ്ഥയെക്കുറിച്ചുള്ള നിഗൂഢതകൾ ഇറാനിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ കൂടുതൽ വഷളാക്കുന്നു. ഫെബ്രുവരിയിലെ ആക്രമണത്തിൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റെന്നും അദ്ദേഹം സുഖം പ്രാപിച്ചു വരികയാണെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാതെ കേവലം എഴുതപ്പെട്ട പ്രസ്താവനകൾ മാത്രം പുറത്തുവിടുന്നത് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യത്തിൽ പോലും സംശയങ്ങൾ ജനിപ്പിക്കുന്നുണ്ട്. പ്രസിഡന്റ് പെസഷ്കിയാൻ പലതവണ മൊജ്തബയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചെങ്കിലും IRGC ഉദ്യോഗസ്ഥർ അത് തടയുകയാണ് ഉണ്ടായത്. പരമോന്നത നേതാവിൻ്റെ ഓഫീസിലടക്കമുള്ള എല്ലാ വഴികളും സൈന്യം അടച്ചിരിക്കുന്നു. ഇത് കേവലം സുരക്ഷാപരമായ ഒരു നടപടിയല്ല, മറിച്ച് വിവരങ്ങൾ കൈമാറുന്നതിനും തീരുമാനങ്ങൾ എടുക്കുന്നതിനുമുള്ള അധികാരം IRGCയിൽ മാത്രം കേന്ദ്രീകരിക്കാനുള്ള തന്ത്രപരമായ നീക്കമാണ്. മൊജ്തബയെ ഒരു രാഷ്ട്രീയ കരുവാക്കി മാറ്റിക്കൊണ്ട് സൈന്യം തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കുകയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഈ അധികാര വടംവലിക്കിടയിൽ ഖമേനിയുടെ അടുത്ത വൃത്തങ്ങൾക്കിടയിലും വിള്ളലുകൾ വീണിട്ടുണ്ട്. മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥനായ അലി അസ്ഗർ ഹെജാസിയെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള നീക്കങ്ങൾ ഇതിൻ്റെ ഭാഗമായാണ്. മൊജ്തബ ഖമേനി പിതാവിൻ്റെ പിൻഗാമിയായി വരുന്നതിനെ ശക്തമായി എതിർത്ത വ്യക്തിയാണ് ഹെജാസി. അധികാരം ഒരു കുടുംബത്തിൽ കേന്ദ്രീകരിക്കുന്നത് IRGCയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുമെന്നും അത് ഇറാനിലെ സിവിൽ സ്ഥാപനങ്ങളെ നാമാവശേഷമാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഹെജാസി കൊല്ലപ്പെട്ടതായി ആദ്യം വാർത്തകൾ വന്നിരുന്നുവെങ്കിലും അദ്ദേഹം അതിജീവിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ മൊജ്തബയെ അനുകൂലിക്കുന്നവരും IRGCയും ചേർന്ന് ഹെജാസിയെ ഭരണകൂടത്തിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കാൻ ശ്രമിക്കുന്നത് ഇറാനിലെ ആഭ്യന്തര കലാപം എത്രത്തോളം രൂക്ഷമാണെന്ന് വെളിപ്പെടുത്തുന്നു. അധികാരം പിടിച്ചെടുക്കാനുള്ള ഈ മത്സരത്തിൽ രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങളെക്കാൾ വ്യക്തിപരമായ താൽപ്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകപ്പെടുന്നത്. ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല IRGCയുടെ ഈ കടന്നുകയറ്റം. മേഖലയിലെ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനായി ലബനനിലെ ഹിസ്ബുള്ളയെ പുനഃസംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ IRGC സജീവമായി ഇടപെടും. 2024 ഇസ്രായേൽ യുദ്ധത്തിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ച ഹിസ്ബുള്ളയെ വീണ്ടും സജ്ജമാക്കാൻ IRGC ഉദ്യോഗസ്ഥർ നേരിട്ടാണ് നേതൃത്വം നൽകുന്നത്. സൈനികരെ പരിശീലിപ്പിക്കുക, ആയുധശേഖരം പുതുക്കുക, കമാൻഡ് സംവിധാനങ്ങൾ വികേന്ദ്രീകരിക്കുക എന്നിവയിലൂടെ ഹിസ്ബുള്ളയെ കൂടുതൽ കരുത്തുള്ളതാക്കി മാറ്റാനാണ് ഗാർഡ് ശ്രമിക്കുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ IRGCയെയും ഹിസ്ബുള്ളയെയും ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും മേഖലയിലെ നിഴൽ യുദ്ധങ്ങളിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ ഈ സംഘടനകൾക്ക് കഴിയുന്നുണ്ട്. ഇത് ഇറാനിലെ സിവിൽ ഭരണകൂടത്തിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. നയതന്ത്രപരമായ നീക്കങ്ങളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പെസഷ്കിയാൻ ആഗ്രഹിക്കുമ്പോഴും IRGCയുടെ സൈനിക നടപടികൾ ഇറാനെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇസ്രയേൽ അടുത്തിടെ ടെഹ്റാനിലെ ഇമാം ഹുസൈൻ സർവകലാശാലയ്ക്ക് നേരെ നടത്തിയ ആക്രമണം IRGCയുടെ സാങ്കേതികവും സൈനികവുമായ അടിത്തറയ്ക്ക് ലഭിച്ച വലിയൊരു തിരിച്ചടിയാണ്. IRGCയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഈ സർവകലാശാല അത്യാധുനിക ആയുധങ്ങളുടെ ഗവേഷണ കേന്ദ്രമായാണ് അറിയപ്പെടുന്നത്.
വിൻഡ് ടണലുകൾ, കെമിസ്ട്രി ലാബുകൾ, എഞ്ചിനീയറിംഗ് സെന്ററുകൾ എന്നിവ തകർക്കപ്പെട്ടതിലൂടെ ഇറാൻ മിസൈൽ സാങ്കേതിക വിദ്യയിലും മറ്റ് ആയുധ നിർമ്മാണത്തിലും കൈവരിച്ച പുരോഗതിക്ക് തടസ്സം നേരിട്ടിരിക്കുകയാണ്. പരമോന്നത നേതാവായിരുന്ന അലി ഖമേനി പതിവായി സന്ദർശിച്ചിരുന്ന ഈ സ്ഥാപനം IRGCയുടെ ബൗദ്ധിക കേന്ദ്രമായാണ് കരുതപ്പെടുന്നത്. ഈ ആക്രമണം സൈന്യത്തിന്റെ ആത്മവീര്യത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിലും അത് സിവിൽ ഭരണകൂടത്തിന് മേലുള്ള അവരുടെ പിടിമുറുക്കാൻ കാരണമായിട്ടുണ്ട്. വിദേശ ഭീഷണികളെ നേരിടാൻ സൈനിക ഭരണം അനിവാര്യമാണെന്ന വാദമാണ് ഇപ്പോൾ ടെഹ്റാനിൽ ഉയരുന്നത്. ഇറാൻ ഇന്ന് നിൽക്കുന്നത് ഒരു വഴിത്തിരിവിലാണ്. ഒരു വശത്ത് സൈനികാധിപത്യത്തിലൂടെ തങ്ങളുടെ അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്ന IRGCയും മറുവശത്ത് നോക്കുകുത്തിയാക്കപ്പെട്ട സിവിൽ ഭരണകൂടവും. മുജ്തബ ഖമേനിയുടെ അദൃശ്യത ഇറാനിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ പൂർണ്ണമായി മാറ്റിമറിച്ചിരിക്കുന്നു. പരമോന്നത നേതാവിൻ്റെ ഓഫീസ് ഇന്ന് കേവലം ഒരു തടവറയായി മാറിയിരിക്കുന്നു. അന്താരാഷ്ട്ര സമൂഹം ഈ സംഭവ വികാസങ്ങളെ വലിയ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. കാരണം ഒരു ആണവ ശക്തിയാകാൻ ശ്രമിക്കുന്ന ഇറാൻ പൂർണ്ണമായും സൈനിക നിയന്ത്രണത്തിലാകുന്നത് മേഖലയിലെ സമാധാനത്തിന് വലിയ ഭീഷണിയാണ്. ഇറാനിലെ ജനങ്ങൾ ആഗ്രഹിച്ച മാറ്റങ്ങൾക്ക് പകരം രാജ്യം ഒരു സൈനിക ഭരണത്തിൻ്റെ പിടിയിലേക്ക് നീങ്ങുകയാണോ എന്ന ചോദ്യം പ്രസക്തമാണ്. ഈ രാഷ്ട്രീയ സ്തംഭനം എത്രനാൾ തുടരുമെന്നും പെസഷ്കിയാന് തൻ്റെ അധികാരം തിരിച്ചുപിടിക്കാൻ കഴിയുമോ എന്നും വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കൂ. എന്നാൽ ഒന്നുറപ്പാണ്, ടെഹ്റാനിലെ നിഴൽ യുദ്ധങ്ങൾ അവസാനിച്ചിട്ടില്ല. അവ കൂടുതൽ രൂക്ഷമാകാൻ പോകുന്നതേയുള്ളൂ. ഈ അധികാര തർക്കത്തിൻ്റെ പരിസമാപ്തി ഇറാൻ എന്ന രാജ്യത്തിൻ്റെ മാത്രം വിധിയല്ല, മറിച്ച് മധ്യേഷ്യയുടെ തന്നെ ഭാവിയെ സ്വാധീനിക്കുന്ന ഒന്നായിരിക്കും. ലോകമിപ്പോൾ കാത്തിരിക്കുന്നത് മുജ്തബ ഖമേനിയുടെ ഒരു വാക്കിനായോ അല്ലെങ്കിൽ IRGCയുടെ അടുത്ത നീക്കത്തിനായോ ആണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.